ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായല്ലോ, അപ്പം ഡ്രസ്സിങ്ങിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ സംസാരം ഭയങ്കരമായി കോടതി ലെവലിലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ പറയുകയായിരുന്നു, സ്ത്രീ ഒരു ഡ്രസ്സ് ഇടുന്നതിനെ കുറിച്ച് ഞാനിപ്പോഴും വീണ്ടും പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കേരളത്തിൽ വന്നിറങ്ങുന്ന വിദേശ സ്ത്രീകളെല്ലാവരും ഡ്രസ്സ് കേരള സാരി എടുത്ത് പുറത്തിറക്കാനുള്ളത് നോക്കുക. കാരണം ഇങ്ങനെ ഒരു ചെറിയൊരു കാര്യം വന്നപ്പോഴത്തെ ഇത് വലിയൊരു വിവാദമാക്കി വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അത് പോയി ശംഖുമുഖത്ത് പോയി ആസ്വദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഞാനൊരു ഇതിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അത് വലിയൊരു പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആരോട് ഇഷ്ടം? അതെ, ആണ്. ഞാൻ പറഞ്ഞ അങ്ങനെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഒരു പുരുഷന്മാർക്ക് അനുകൂലമായിട്ട് ഞാൻ പറഞ്ഞ, പുരുഷന്മാർ 2, 3, 6 സെക്കൻഡ് കഴിയുമ്പോഴത്തേന് നോക്കിക്കഴിഞ്ഞാൽ കേസാണല്ലോ സ്ത്രീകളെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഒരു പ്രതിമ കിടത്തിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടുത്തെ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമല്ലേ, ശംഖുമുഖത്ത് അങ്ങനെ കിടക്കുന്നുണ്ട്. അത് ഞാൻ എൻ്റെ സെൻസിൽ പറഞ്ഞൊരു ഗാന്ധിജി അങ്ങനെയല്ലല്ലോ നടക്കുക. എന്ത് വർത്താനം പറഞ്ഞ? ഗാന്ധിജിക്ക് ഡ്രസ്സില്ലേ? ഗാന്ധിജി എന്നാ ഒരു കാര്യം ചെയ്യുക, ആ പ്രതിമയുടെ അപ്പുറത്ത് പുരുഷന്മാരുടെ പ്രതിമ കൂടെ അങ്ങനെ വരച്ചിട്ട് കാണാൻ രസം ഉണ്ടാവുമല്ലോ. അതെന്താ ചെയ്യാത്ത? അങ്ങനെ ചെയ്യൂ. ആ സ്ത്രീ കിടക്കുന്ന പോലെ തന്നെ ഒരു പുരുഷനെയും കിടത്ത്. എന്തിനാ ഗാന്ധിജി പിടിക്കണേ? എന്തിനാ? ഗാന്ധിജി നല്ല അന്തസ്സായിട്ട് ഡ്രസ്സ് ഉണ്ട്. അദ്ദേഹത്തിന്റെ അന്നത്തെ ഡ്രസ്സ് എന്താണ്? അദ്ദേഹം തയ്ച്ചിട്ടിരിക്കുന്ന ഡ്രസ്സാണ്. തുണിയില്ലാതെ ഒരെണ്ണത്തിൽ പോലും ഗാന്ധിജി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം മാന്യമായിട്ട് അദ്ദേഹത്തിന് ഇടാൻ പറ്റുന്ന ഡ്രസ്സും അതേപോലെ പുതച്ച് നടക്കുന്ന ഒരു ഗാന്ധിജിയാണ് എൻ്റെ മനസ്സിലുള്ളത്. അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയുന്നേ ഇല്ലല്ലോ. ഞാൻ അലങ്കാരായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതൊരു ഇതിന് പറഞ്ഞ ആ സെൻസിൽ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാഹുലിന് ഒരുപാട് നന്നായി സംസാരിക്കാൻ അറിയാം. എനിക്ക് ഇതുപോലെയുള്ള ആധികാരികമായ കാര്യങ്ങൾ സംസാരിക്കാൻ അറിയില്ല. പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യവും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ മെൻസ് കമ്മീഷൻ ഉണ്ടാക്കുന്നത് തന്നെ. നിങ്ങളാണ് കൂടെ നിൽക്കേണ്ടത്. നിങ്ങളെല്ലാവരും ചേർന്ന് നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം എത്ര പ്രശ്നങ്ങൾ ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അനുകൂലിക്കുന്ന എത്ര പേരുണ്ട്? ആണുങ്ങളെ എത്ര സ്ത്രീകൾ അനുകൂലിക്കുന്നുണ്ട്? സ്ത്രീകൾക്ക് എത്ര പേരുണ്ട്? ഞങ്ങൾക്ക് എത്ര പേര് ഞങ്ങളുടെ പുറകിൽ താങ്ങാനുണ്ട്? നിങ്ങൾക്ക് ആരുമില്ല, ഒരാളുമില്ല. ഞാൻ പറയുന്നു, ആരുമില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഈ പറയുന്ന വ്യക്തിക്ക് ആർക്കെങ്കിലും ഒരു സംഭവം വരട്ടെ, നീറും കിടന്നിട്ട്. കാരണം ആ അമ്മ ഒരു സ്ത്രീയല്ലേ, എത്ര നാള് വളർത്തിണ്ടാക്കിയത് നിങ്ങളെയൊക്കെ. ഭാര്യ, ഒരു വളർന്നു വരുന്നൊരു പെൺകുട്ടി, അവരൊക്കെ നിങ്ങളുടെ മുഖവും കാണിച്ച് ഇങ്ങനെ മുഖം കാണിക്കണ എന്തിനാ? എന്നാൽ രണ്ടുപേരെയും കാണിക്കേ. ഒരു കൊല്ലം ഒരുപാട് ഒരു സ്ഥലങ്ങളിലും മലേഷ്യയും സിംഗപ്പൂരും എല്ലായിടത്തും കിടന്ന് സുഖമായി എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് പുരുഷനെ മാത്രം കാണിക്കുക, സ്ത്രീ അങ്ങ് മാറ്റി നിർത്തുക. ചെയ്യരുത്. സ്ത്രീയുടെ മുഖം വലിച്ചു കീറി കാണിക്കണം. അതാ വേണ്ടത്. അപ്പൊ അല്ലെങ്കിൽ രണ്ടുപേരും കാണിക്കരുത്. കേസ് തീരുന്നവരെ നിങ്ങളെ കാണിക്കരുത്. ആണുങ്ങളെ എന്തിനു കാണിക്കണോ? ഒരിക്കലും കാണിക്കാൻ പാടില്ല. നിങ്ങളിപ്പം തിരിച്ചു ചോദിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം മെൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളെല്ലാവർക്കും വേണ്ടിയിട്ടാണ്. മാധ്യമങ്ങൾ നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒരു കേസ് വന്ന് ഒരു നിമിഷം മതി, അല്ലേ? ശരിയല്ലേ? അപ്പൊ അതിന് നിങ്ങൾക്ക് പറയാൻ ഓടി വന്ന് സംസാരിക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കി തരികയാണ്, ഒരു വേദി. അത് നിങ്ങൾ ഒരിക്കലും നിങ്ങളെല്ലാവരും ശക്തമായ പിന്തുണ തന്നെ വേണം. ഗാന്ധിജിയുടെ ഇത് പാലഭിഷേകം ചെയ്യാന്ന് പറഞ്ഞാൽ ദൈവങ്ങൾക്ക് പാലഭിഷേകം ചെയ്യുന്നുണ്ട്. നമ്മൾ കള്ളല്ലല്ലോ ഒഴിക്കാൻ പോകുന്നത്, പാലല്ലേ. പിന്നെ എന്തിനാ അതിനെ ധിക്കരിക്കാൻ നിൽക്കുന്നത്? നമ്മൾ ഇഷ്ടപ്പെടുന്ന, ഇപ്പൊ വിജയ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം, പാലാണ് കൊണ്ടുപോയിക്കുന്നത്. അത് ഒഴിച്ചെന്ന് വെച്ചാൽ എന്തിനാ അതിനെ കുറ്റം പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ സെൻസ് എന്താന്ന് എനിക്കറിയില്ല. അതെന്ത് തോന്നിയാസാ? പോലീസിന് വേറെ പോലീസിനെ തടയാനും അല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പോലീസ് അന്വേഷിക്കുന്നില്ല. ഇതിപ്പോ എന്താ അത്ര വലിയ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് അറിയില്ല. അത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു തെറ്റായിട്ട് കാണുന്നില്ല. ദൈവത്തിന് തുല്യം ചെയ്യുന്ന പോലെ നമുക്കത് ഫീൽ ചെയ്യുന്നത്. ദൈവത്തിന് പാലാഭിഷേകം ചെയ്യാത്ത ഒരു അമ്പലങ്ങളും ഇല്ല. ഗാന്ധിജി അത്ര നന്നായി കാണുന്നതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാമെന്ന് ഇവർ തീരുമാനിച്ചിട്ടുണ്ടാവുക.